Philippians 4th chapter. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം. Philippians 4th chapter. From the 10th verse. But I rejoiced in the Lord greatly, and now at the last your care of me has flourished again. നിങ്ങൾ പിന്നെയും എനിക്ക് വേണ്ടി വിചാരിപ്പാൻ തുടങ്ങിയതിനാൽ ഞാൻ കർത്താവിൽ വളരെ സന്തോഷിച്ചു. മുമ്പേ തന്നെ നിങ്ങൾക്ക് വിചാരമുണ്ടായിരുന്നു. But you lacked opportunity. See, മുമ്പേ these തന്നെ people നിങ്ങൾക്ക് had വിചാരമുണ്ടായിരുന്നു, എങ്കിലും sent this അവസരം കിട്ടിയില്ല. church of Philippi had sent some help to Paul. So ഫിലിപ്പിയിലെ ഈ സഭ now പൗലോസ് അപ്പോസ്തലന് ചില സഹായമൊക്കെ he അയച്ചു കൊടുത്തിരുന്നു. rejoices in what they did. അവർ ചെയ്ത Not കാര്യത്തെക്കുറിച്ച് that I പൗലോസ് അപ്പോസ്തലൻ speak in സന്തോഷിക്കുന്ന ഭാഗമാണിത്. respect of want, for I have learned in ബുദ്ധിമുട്ട് നിമിത്തമല്ല ഞാൻ പറയുന്നത്. whatsoever state I am, therewith to be content. ഉള്ള Most അവസ്ഥയിൽ ഫലഭാവത്തോടിരിക്കാൻ extraordinary ഞാൻ state. പഠിച്ചിട്ടുണ്ട്. Whatever state I വളരെ am അസാധാരണമായ ഒരു in, പ്രസ്താവനയാണിത്. whether I am a prisoner, ഞാനൊരു തടവറക്കാരനാണെങ്കിലും, whether I lack this or that, അതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും, God, I have a എനിക്ക് great അതിനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും contentment. എനിക്ക് വലിയ സംതൃപ്തിയുണ്ട്. You know, in the എനിക്ക് വലിയ 6th സംതൃപ്തിയുണ്ട്. verse of 1 Timothy 6, it says, 1 തിമോഥെയോസ് 6:6 വാക്യത്തിൽ, godliness with contentment is great gain. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി വലിയ ആദായമാവുന്നു. അലംഭാവത്തോടുകൂടിയ ദൈവഭക്തി Godliness വലിയ with ആദായമാവുന്നു. contentment. സംതൃപ്തിയോടെയുള്ളതായ ദൈവഭക്തി. My dear friends, I grew up in the city of Madras. പ്രിയ സ്നേഹിതരെ, ഞാൻ മദ്രാസ് പട്ടണത്തിലാണ് ജനിച്ചു വളർന്നത്. I was a small boy when my father was called by God. എന്നെ എൻ്റെ അപ്പനെ ദൈവം തന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചപ്പോൾ ഞാൻ ഒരു ചെറിയ ബാലനായിരുന്നു. എൻ്റെ അപ്പനെ I ദൈവം was തന്റെ വേലയ്ക്ക് put വേണ്ടി in വിളിച്ചപ്പോൾ a ഞാൻ ഒരു ചെറിയ preparatory ബാലനായിരുന്നു. school, an English school. എന്നെ മദ്രാസിലുള്ള ഒരു പ്രിപ്പറേറ്ററി സ്കൂളിലാക്കി, ഒരു ഇംഗ്ലീഷ് സ്കൂളിൽ. എന്നെ മദ്രാസിലുള്ള 5 rupees was the fees. അന്ന് 5 രൂപയാണ് ഫീസ്. But it was very hard. See, some of you are smiling. What's 5 rupees? You don't even give 5 rupees to a beggar. 5 രൂപ ഞങ്ങൾക്ക് വളരെ പ്രയാസമുള്ള കാലമായി. നിങ്ങൾ ചിരിക്കുന്നുണ്ട്. 5 രൂപ ഞങ്ങൾ ധർമ്മക്കാർക്ക് പോലും കൊടുക്കുന്നുണ്ടല്ലോ. But my father found it very hard to find 5 rupees. 5 രൂപ കണ്ടെത്തുക എന്നുള്ളത് എൻ്റെ അപ്പനെ സംബന്ധിച്ചോളം അന്ന് വളരെ പ്രയാസമേറിയ കാര്യമായിരുന്നു. He would not ask anybody. അദ്ദേഹം ആരോടും ചോദിക്കത്തില്ല. He left everything and followed Jesus. തനിക്കുള്ളതെല്ലാം താൻ സമർപ്പിച്ചിട്ടാണ് ദൈവവേലയ്ക്കായിട്ട് താൻ പുറപ്പെട്ടത്. My friends, this was in the 1930s. 1930 ആണ്ടുകളിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. Almost a century before. ഏതാണ്ട് ഒരു നൂറ്റാണ്ട് തന്നെ മുമ്പിലെന്ന് തന്നെ പറയാം. They used to come in big cars. എൻ്റെ സ്നേഹിതരെ വലിയ കാറുകളിൽ വരുമ്പോൾ, But I used to go walking or in a rickshaw. ഞാൻ നടന്നു പോകും, അല്ലെങ്കിൽ ചിലപ്പോൾ റിക്ഷയിലും പോകുന്നു. Somehow I never looked at these rich boys. എന്തുകൊണ്ടോ എനിക്ക് ഈ സമ്പന്നരായിട്ടുള്ള ബാലന്മാരെ നോക്കാനുള്ള ഒരു മനസ്സ് തോന്നിയില്ല. I never said, hey, that man has got this man has got this. ഓ, ആ മനുഷ്യൻ ഇതുണ്ട്, ഈ മനുഷ്യൻ ഇതുണ്ടെന്ന് ഞാൻ ഒരിക്കലും ചിന്തിക്കാനോ നോക്കാനോ പോയില്ല. I became one of the best sportsmen in the schools where I studied. ഞാൻ പഠിച്ച സ്കൂളിലെ നല്ലൊരു സ്പോർട്സ്മാനായിട്ട് മാറി ഞാൻ. My shoes, there would be big holes at the bottom. എൻ്റെ ഷൂവിൻ്റെ അടിഭാഗത്ത് ചില ദ്വാരങ്ങളും ഓട്ടയൊക്കെ ഉണ്ടായിരുന്നു. That was no problem to me. എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ പ്രശ്നമൊന്നും ആയിരുന്നില്ല. I would cut some cardboard and put it inside. ഞാൻ കാർഡ്ബോർഡ് അല്പം കഷ്ണം മുറിച്ചിട്ട് ആ ഓട്ടയുള്ള ഭാഗത്ത് വയ്ക്കും. My bicycle would be so old that the
pedals would wear out. എൻ്റെ ബൈസിക്കിൾ ഞാൻ ഉപയോഗിച്ചിരുന്ന സൈക്കിളിൻ്റെ പെഡലൊക്കെ പോയി പെഡലില്ലാതെയാണ് ചവിട്ടിക്കൊണ്ടിരുന്നത്. That was no problem. അതും എനിക്കൊരു പ്രശ്നമായിരുന്നില്ല. Every bicycle has got a rod on which the pedal goes. A rod. I could put my foot on the rod and ride. പഴയകാലത്തെ സൈക്കിളിൻ്റെ ആ പെഡൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു റോഡുണ്ട്, അതിലാണ് കാല് വെച്ച് ചവിട്ടുന്നത് ഞാൻ. I don't know how God kept me from saying, hey, that fellow has got this fellow has got this. ആ മനുഷ്യൻ ഇതുണ്ട്, ഈ മനുഷ്യൻ ഇതുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാതെ വണ്ണം ദൈവം എന്നെ കാത്തു സൂക്ഷിച്ചു. My parents happy, contented with so little. എൻ്റെ മാതാപിതാക്കള് അവർക്കുള്ളതായ അല്പത്തിലും വളരെ സംതൃപ്തിയോടെ സന്തോഷത്തോടെ ജീവിക്കുന്നതാണ് ഞാൻ കണ്ടത്. And to this day I don't look at anybody in the world. ഈ നാൾ വരെയും ഞാൻ ലോകത്തിലുള്ള മറ്റാരെയും നോക്കുന്നുമില്ല. I must get this, I must buy this. എനിക്കത് വേണം, ഞാൻ ഇത് വാങ്ങണം എന്നുള്ള ചിന്ത No. ഇല്ല. Recently when there was a praise meeting that I was healed when I was dying. ഞാൻ മരണപ്പെട്ടുകൊണ്ടിരുന്ന വേളയിൽ കർത്താവിനെ സൗഖ്യമാക്കിയതിനു വേണ്ടി ഒരു സ്തോത്ര അർപ്പണ ശുശ്രൂഷ ഹെഡ്ക്വാർട്ടേഴ്സിൽ നടത്തിയ വേളയിൽ It happened to be my 80th birthday. അന്ന് എൻ്റെ 80ാം ജന്മദിനം കൂടിയായിരുന്നു ആ സ്തോത്ര ശുശ്രൂഷ നടത്തിയ ദിവസം. You know what I said? ഞാൻ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? No gifts. യാതൊരു വക സമ്മാനവും വേണ്ട. Not even birthday cards. ബർത്ത്ഡേ കാർഡ് പോലും വേണ്ട എന്ന് പറഞ്ഞു. Because they are so expensive. The cards are so expensive. എന്നാൽ കാർഡിന് ഇന്ന് വളരെ വില കൂടുതലാണ്. See, God saves you from that covetous heart. ദൈവം നിങ്ങളെ അത്യാഗ്രഹ ഹൃദയത്തിൽ നിന്നും വിടുവിക്കുന്നു. Jesus said, beware of covetousness. അത്യാഗ്രഹത്തെ സൂക്ഷിച്ച് ഒഴിഞ്ഞുകൊള്ളുവിൽ എന്നാണ് യേശു കർത്താവ് മുന്നറിയിപ്പായിട്ട് നമ്മോട് പറഞ്ഞിരിക്കുന്നത്. What is the big fighting in the house? ഭവനങ്ങളിലുള്ള വലിയ പോരാട്ടം ഇതിനെക്കുറിച്ച് ചൊല്ലിയാണ്. It is about money. പണത്തെ ചൊല്ലിയാണ് പോരാട്ടം. What is the big war about? ഏത് യുദ്ധങ്ങൾ നടക്കുന്ന ഇതിനെക്കുറിച്ച് ചൊല്ലിയാണ്. Mostly the wars were about commerce, trade and money. വ്യാപാര സംബന്ധമായിട്ടോ അല്ലെ പണ സംബന്ധമായിട്ടുള്ളതാണ് പല യുദ്ധങ്ങളും പൊട്ടി പുറപ്പെട്ടിരിക്കുന്നത്. Money. പണം. And Jesus said, യേശു പറഞ്ഞത്, the love of money is the root. The Bible says the love of money is the root of all evil. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂല കാരണമെന്നാണ് വേദപുസ്തകം നമ്മോട് പറയുന്നത്. And Jesus said, യേശു പറഞ്ഞത്, gather for yourselves riches in heaven. നിങ്ങളുടെ സമ്പത്ത് സ്വർഗ്ഗത്തിൽ സ്വരൂപിച്ചു കൊള്ളുവിൽ എന്നാണ് യേശു പറഞ്ഞിരിക്കുന്നത്. Where moth and rust do not corrupt. പുഴുവും തുരുമ്പും കെടുത്താത്ത സ്ഥലമാണ് സ്വർഗ്ഗം. See, you have got it in your Bible, you have read it so many times. നിങ്ങൾ ഈ വിശുദ്ധ വേദത്തിൽ ഈ വചനം പല പ്രാവശ്യം വായിച്ചിട്ടുണ്ടല്ലോ. But your heart is in your land, in your house, in your property. നിങ്ങളുടെ ഹൃദയം നിങ്ങളുടെ ഭൂമിയിലെ, നിങ്ങളുടെ ഭവനത്തിലെ, നിങ്ങളുടെ സമ്പത്തിലുമാണ്. What a sad state. എത്രയോ ദുഃഖകരമായ ഒരു അവസ്ഥയാണ്. Jesus, the Bible says, വേദപുസ്തകം പറയുന്നു, set your affections on the things above. നിങ്ങളുടെ ചിന്തയും വിചാരങ്ങളും ഉയരത്തിൽ വെച്ചുകൊള്ളു എന്നാണ് പറയുന്നത്. See, what I am preaching may appear like the opposite of what you are seeing and learning from the cradle. നിങ്ങളെ തൊട്ടിൽ മുതൽ തന്നെ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾക്കും പരസ്പര വിരുദ്ധമായ ഒരു കാര്യമാണ് ഞാനിവിടെ പറയുന്നുള്ള കാര്യം നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. എന്നാൽ that is what Jesus taught. അതാണ് യേശു ക്രിസ്തു പഠിപ്പിച്ചത്. The Son of Man has not any place to rest his head, lay his head. മനുഷ്യപുത്രന് തല ചായ്പാൻ ഇടമില്ല. The birds have their nests, the foxes have their holes. ആകാശത്തിലെ പറവകൾക്കും കുറുകനും കുറുനരികൾക്കും അതിനുള്ള സ്ഥലമുണ്ട്, ഇടമുണ്ട്. See, I have lived all my life as a pilgrim and a stranger. ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും ഒരു പരദേശിയെ പോലും ഈ ലോകത്തിൽ അന്യൻ എന്നുള്ള രീതിയിലാണ് ജീവിച്ചു പോരുന്നത്. No harm has come to me because of that. അതുകൊണ്ട് എനിക്ക് ഇതുവരെ യാതൊരു ഉപദ്രവം ഉണ്ടായിട്ടുമില്ല. I have not been deprived of anything. എനിക്ക് യാതൊന്നിനും കുറവുണ്ടായിട്ടില്ല. For the sake of the gospel. സുവിശേഷത്തിന് വേണ്ടി.
You know, friends, പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കറിയാമോ, everywhere in this country there is a bad attitude. ഈ രാജ്യത്ത് എവിടെ നോക്കിയാലും കണ്ടുവരുന്ന മോശമായ ഒരു സ്വഭാവം. What is that attitude? അതെന്ത് മനോഭാവമാണ്? It is in the man of the street, അത് വഴിയെ പോകുന്ന മനുഷ്യനിലും, in the parliament member, പാർലമെന്റ് മെമ്പറിലും, everywhere. എവിടെ നോക്കിയാലും, Oh, these people are getting dollars from America. ഇവർക്ക് അമേരിക്കയിൽ നിന്ന് ഡോളർ വരുന്നുണ്ട്. And that is why they are doing this pracharam, this preaching. ഈ മതപ്രചരണം നടത്തുന്നത് ഡോളർ വരുന്നതുകൊണ്ടാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് പലരിലും ഉള്ളത്. Do you want to make disciples with money? പണം കൊടുത്ത് ശിഷ്യരെ ഉളവാക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? Money only produces crooks. പണം ഉളവാക്കുന്നത് വക്രബുദ്ധിയുള്ള ആൾക്കാരെയാണ്. Crooks, thieves. കള്ളന്മാരെയും വക്രബുദ്ധിയുള്ളവരെയും. Money doesn't produce disciples. പണം കൊണ്ട് ശിഷ്യന്മാരെ ഉളവാക്കാൻ കഴിയുന്നതല്ല. I don't understand this. എനിക്കിത് ഗ്രഹിക്കാൻ കഴിയുന്നില്ല. I simply don't understand this. ഇതെനിക്ക് ഒട്ടും മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. Does money build a church? പണം ഒരു സഭയെ ഉളവാക്കുമോ? No. ഇല്ല. Money can build a hall. പണം കൊടുത്തൊരു ഹോള് പണം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. But money can't give love. പണത്തിന് സ്നേഹം നൽകുവാൻ കഴിയുന്നതല്ല. Money can't bring peace. പണം കൊണ്ട് സമാധാനം കൊണ്ടുവരാൻ കഴിയുന്നതല്ല. Money can't make you Christ-like. ക്രിസ്തുവിനെ പോലെ പണത്തിന് നിങ്ങളെ ആക്കി തീർക്കാനും സാധിക്കുന്നില്ല. See, the devil of money is a very strong devil. പിശാചിന്റെ പണം പിശാചാണ്. അത് വലിയൊരു ഭയങ്കര ഉറപ്പുള്ള പിശാചാണ്. People confess their sins, they confess adultery, confess everything. ജനങ്ങൾ തങ്ങളുടെ എല്ലാ പാപങ്ങളും, വ്യഭിചാരം ഉൾപ്പെടെയുള്ള പാപങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അനുഭവിക്കുന്നു. But എന്നാൽ that devil in their heart അവരുടെ ഹൃദയത്തിലുള്ള പിശാച് does not leave them. ആ പണത്തിന്റെ പിശാച് അവരെ വിട്ടു പോകുന്നില്ല. Looking at this man, looking at that person. ഈ മനുഷ്യനെ ആ മനുഷ്യനെ നോക്കുന്ന സ്വഭാവം. Oh, so and so is getting money, so and so is getting honor. ഇന്നയാൾക്ക് പണം കിട്ടുന്നുണ്ട്, ഇന്നയാൾക്ക് വളരെ ബഹുമാനം അവിടെയുണ്ട്. No. ഇല്ല. What I have learned is to look at Jesus. യേശുവിനെ നോക്കുവാനാണ് ഞാൻ പഠിച്ചിരിക്കുന്നത്. When I look at Jesus, ഞാൻ യേശുവിനെ നോക്കുമ്പോൾ I say I'm not like Jesus. ഞാൻ യേശുവിനെ പോലെ അല്ലല്ലോ എന്നാണ് ഞാൻ പറയുന്നത്. Do you look at Jesus? നിങ്ങൾ യേശുവിനെ നോക്കുന്നുണ്ടോ? Whose disciple are you? നിങ്ങൾ ആരുടെ ശിഷ്യരാകുന്നു? Disciple of money? പണത്തിന്റെ ശിഷ്യരാണോ? Disciple of dollars? ഡോളറിന്റെ ശിഷ്യരാണോ? Whose disciple are you? നിങ്ങൾ ആരുടെ ശിഷ്യരാകുന്നു? If we ask all the church members in this part of the world, ലോകത്തിന്റെ ഈ ഭാഗത്തുള്ള എല്ലാ ക്രിസ്തീയ സഭയിലെ അംഗങ്ങളോടും ചോദിക്കുകയാണ്, whose disciple are you? നിങ്ങൾ ആരുടെ ശിഷ്യരാണെന്ന് ചോദിച്ചാൽ, You man in the pulpit, പുൾപിറ്റിൽ നിൽക്കുന്ന മനുഷ്യനെ, you man in the pew, നിങ്ങൾ സഭാംഗങ്ങളുടെ കൂട്ടത്തിലിരിക്കുന്നവരെ, whose disciple are you? നിങ്ങൾ ആരുടെ ശിഷ്യരാകുന്നു? Tell the truth. സത്യം പറയുക. Money. പണത്തിന്റെ ശിഷ്യര്. And what does the Bible say? വേദപുസ്തകം എന്ത് പറയുന്നു? No man can serve two masters. ഒരു മനുഷ്യന് പോലും രണ്ട് യജമാനന്മാരെ ഒരേ സമയത്ത് സേവിപ്പാൻ കഴിയുന്നതല്ല. Now what is the experience of St. Paul? പൗലോസ് അപ്പോസ്തലന്റെ അനുഭവം എന്താകുന്നു? What does he say? അദ്ദേഹം പറയുന്നത് എന്താണ്? 12th verse. 12ാം വാക്യം. Philippians 4 chapter 12th verse. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4ാം അധ്യായം 12ാം വാക്യം. I know both how to be abased and I know how to abound. താഴ്ചയിൽ ഇരിപ്പാനും സമൃദ്ധിയിൽ ഇരിപ്പാനും എനിക്കറിയാം. Everywhere and in all things I am instructed both to be full and to be hungry. തൃപ്തനായിരിക്കാനും വിശന്നിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. Both to abound and to suffer need. സമൃദ്ധിയിലിരിപ്പാനും ബുദ്ധിമുട്ട് അനുഭവിപ്പാനും എല്ലാം ഞാൻ ശീലിച്ചിരിക്കുന്നു. I can do all things through Christ which strengthens me. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. What are these all things? എന്താണ് ഈ എല്ലാ കാര്യങ്ങളും?
I know how to be abased, he said. എത്ര താഴ്ന്നിരിക്കണമെങ്കിൽ എനിക്കറിയാം. Oh, many of us don't know that. നമ്മൾ പലർക്കും അത് അറിഞ്ഞുകൂടാ. You know, when the habit of a monkey is to jump up the tree. കുരങ്ങന്റെ സ്വഭാവം അറിയാമല്ലോ, ഒരു മരം കണ്ടാൽ അതിന്റെ മുകളിലേക്ക് ചാടിക്കും. And if it sees any fruit there, to grab the fruit. അവിടെ ഏതെങ്കിലും പഴം കണ്ടാൽ ഉടനെ അവൻ പോയി അത് പറിച്ചെടുക്കും. Now that nature, monkey nature, is in us. ആ കുരങ്ങന്റെ സ്വഭാവം നമ്മളിലും ഉണ്ട്. We like to climb. നമുക്കും കയറ്റം കയറാനാണ് ഇഷ്ടം. Sometimes I ask people, ചില സമയത്ത് ഞാൻ ജനങ്ങളോട് ചോദിക്കുന്ന ചോദ്യം, what was your daddy? നിങ്ങളുടെ അപ്പൻ എന്തായിരുന്നു? They say, my daddy was an ordinary man. He was earning a small salary. എൻ്റെ അപ്പൻ ഒരു സാധാരണ മനുഷ്യനായിരുന്നു, ഒരു ചെറിയ ശമ്പളം കൈപ്പറ്റുന്നവനായിരുന്നു. And with that salary he brought us up. ആ ചെറിയ ശമ്പളം കൊണ്ടാണ് അദ്ദേഹം ഞങ്ങളെല്ലാം വളർത്തിയത്. Now what do you earn? ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? Oh, I earn much more than my father ever earned. എൻ്റെ അപ്പൻ സമ്പാദിച്ചതിനേക്കാളൊക്കെ വളരെ അത്യധികമായിട്ടാണ് ഞാനിപ്പോൾ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. But are you satisfied? പക്ഷേ നിനക്ക് തൃപ്തിയുണ്ടോ? No. ഇല്ല മറുപടി. See, I don't see people praising God. ദൈവത്തെ ജനങ്ങൾ സ്തുതിക്കുന്ന ഒരു ഹൃദയമുള്ളതായിട്ട് ഞാൻ കാണുന്നില്ല. You may have so much food, നിങ്ങൾക്ക് വളരെയധികം ആഹാരം ഉണ്ടായിരിക്കാം. but if you can't eat it because of ill health, നിങ്ങളുടെ അനാരോഗ്യ നിമിത്തം അത് ഭക്ഷിക്കാൻ കഴിയുന്നില്ലെങ്കിൽ, well, that food is no good. ആഹാരം പിന്നെ ഒന്നിനും കൊള്ളത്തില്ലല്ലോ. Now I suppose most of you are healthy. നിങ്ങൾ പലരും നല്ല ആരോഗ്യമുള്ളവരെന്ന് ഞാൻ വിചാരിക്കുന്നു. We take the blessing of health for granted. ആരോഗ്യം എന്ന വലിയ അനുഗ്രഹം നമ്മളത് ലഭിക്കാൻ യോഗ്യരെന്ന് കരുതുന്നു. Once you get into hospital, ഒരിക്കൽ നിങ്ങളെന്ന ആശുപത്രിയിൽ പ്രവേശിച്ചാൽ, what enormous bills. എത്രയോ ഭയങ്കരമായ ബില്ലുകളാണ് അവിടെ തരുന്നത്. I can't pay those bills. ആ ബില്ലുകൾ കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതല്ല. So many people are deeply in debt. വളരെയധികം ആൾക്കാർ ഇന്ന് വളരെ ആഴമേറിയ കടത്തിൽ ജീവിക്കുന്നു. But എന്നാൽ the Lord has kept me from debts. കർത്താവ് എന്നെ മരണത്തിൽ നിന്ന് വിടുവിച്ച് ഇതുവരെയും കാത്തു പരിപാലിച്ചു. So that I do not work for money. കടത്തിൽ നിന്ന് എന്നെ കർത്താവ് കാത്തു പരിപാലിച്ചു. അതുകൊണ്ട് ഞാൻ പണത്തിന് വേണ്ടി ഞാൻ അധ്വാനിക്കുന്നുമില്ല. I see that so many people are in debt. പല ആൾക്കാർ ഇന്ന് വളരെയധികം കടത്തിൽ മുഴുകി കഴിയുന്നതായിട്ട് ഞാൻ കാണുന്നു. The blessings which God gives multiply what little you have. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾ അത് അല്പമായിട്ടാണെങ്കിലും അത് കൂടുതലായിട്ട് വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു. So if God suddenly abases you, ദൈവം നിങ്ങളെ പെട്ടെന്നൊന്ന് താഴ്ത്തുവാനായിട്ട് അനുവദിച്ചാൽ, say, I have lived in huts, I have lived in tents. കുടിലും കൂടാരത്തിലും ഒക്കെ ഞാൻ പാർത്തിട്ടുണ്ട്. For 3.5 months in a city in monsoon time. 3.5 മാസക്കാലം ഒരു പട്ടണത്തിൽ, അതും മഴക്കാലത്ത്. I lived in a tent. ഞങ്ങൾ ഒരു കൂടാരത്തിലാണെന്ന് പാർത്തത്. I was a student at the university. അന്ന് ഞാൻ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു. I studied in that little tent, small tent. ചെറിയ ഒരു കൂടാരത്തിൽ ഇരുന്നാണ് ഞാനന്ന് പഠിച്ചത്. We were thrown out of the house. ഞങ്ങളെ വാടക വീട്ടിൽ നിന്ന് പുറത്താക്കി. Because the owners changed. എന്നാൽ ആ വീടിന്റെ ഉടമസ്ഥന്റെ സ്ഥാനം മാറിയിട്ട് വേറെ ആള് ആ വീട് വാങ്ങിച്ചപ്പോൾ, But എന്നാൽ I never grumbled. ഞാൻ ഒരിക്കലും മുറുമുറുത്തില്ല. Sometimes when I got down from the bench in the morning, ചില സമയത്ത് രാവിലെ ഞാൻ ആ ബെഞ്ചിൽ നിന്നും താഴേക്ക് ഇറങ്ങുമ്പോൾ, there would be so much water under the bench. ആ ബെഞ്ചിന്റെ കീഴെ ആയിട്ട് വളരെയധികം വെള്ളം കെട്ടിക്കിടപ്പുണ്ടായിരിക്കും. Flood water, ആ വെള്ളപ്പൊക്കം ഉണ്ടാകും, rain water. ആ മഴവെള്ളം പെയ്ത് കിടക്കുന്ന വെള്ളം. I never grumbled. അതിനെക്കുറിച്ചൊന്നും ഞാൻ മുറുമുറുത്തില്ല. We did not have money to pay advance for the next house. അടുത്ത വീട് വാടകയ്ക്ക് എടുക്കാനായിട്ടുള്ള മുൻകൂർ വാടകയായിട്ട് കൊടുക്കാനുള്ള പണം പോലും ഞങ്ങൾക്കില്ലായിരുന്നു. But I did not grumble. അതിനെ ചൊല്ലി ഞാൻ മുറുമുറുത്തില്ല. See, our houses are full of grumbling. നമ്മുടെ ഭവനങ്ങളെല്ലാം ഇന്ന് മുറുമുറുപ്പ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്.
I don't have this, I don't have that, this is not good, this is not nice. ഇത് എനിക്ക് അതില്ല, ഇതില്ല, നമുക്കതില്ല എന്നുള്ള പരാതി എപ്പോഴും. St. Paul says, പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, I know how to be abased. താഴ്ചയിൽ ഇരിപ്പാൻ എനിക്കറിയാം. In the first house where my wife and I began our family life together, ഞാനും എൻ്റെ ഭാര്യയും കൂടി ആദ്യമായിട്ട് ഞങ്ങളെ കുടുംബജീവിതം ആരംഭിച്ചപ്പോൾ പാർത്ത വീട്, small cottage, ചെറിയൊരു വീട്, leaking roof, മഴവെള്ളം താഴേക്ക് ചോരുന്ന വീട്, had to put basins, buckets all around. ചോരുന്ന വെള്ളം പിടിക്കാനായിട്ട് അവിടെ കൊണ്ട് ബേസിനോ അല്ലെങ്കിൽ ബക്കറ്റോ കൊണ്ട് വെക്കണം. But we never grumbled. അതിനെ ചൊല്ലി ഞങ്ങൾ പിറുപിറുത്തില്ല. It was like Buckingham Palace. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് ബക്കിംഗ്ഹാം പാലസ് പോലെയായിരുന്നു. There was love there, there was peace there. അവിടെ സ്നേഹമുണ്ടായിരുന്നു, സമാധാനം. But today, പക്ഷെ ഇന്നോ, you know how people are so restless. ഇന്ന് ജനങ്ങൾ വളരെ അസ്വസ്ഥരായിട്ട് കാണപ്പെടുന്നു. People run away to Dubai and other places and forget their children. തങ്ങളുടെ മക്കളെ പോലും മറന്നുകൊണ്ട് ദുബായിലും മറ്റു പല സ്ഥലങ്ങളിലും പണത്തിന് വേണ്ടി ജനങ്ങൾ ഓടുകയാണ്. So sad to see those women. വളരെ ദുഃഖമുണ്ട് അങ്ങനെയുള്ള സ്ത്രീകളെ കാണുമ്പോൾ. Families breaking up. കുടുംബജീവിതങ്ങൾ തകർന്നു പോയിക്കൊണ്ടിരിക്കുന്നു. All our money. എല്ലാത്തിന്റെ മൂല കാരണം പണമാണ്. What does Jesus do? എന്താണ് യേശുക്രിസ്തു ചെയ്യുന്നത്? He gives you a praising heart സ്തുതിക്കുന്ന ഒരു ഹൃദയം യേശു നിങ്ങൾക്ക് നൽകുന്നു, instead of a grumbling heart. ആ മുറുമുറുക്കുന്ന ഹൃദയത്തിന് പകരം. I know how to abound, he says. സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാമെന്നും പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. See, I see people, you know, and when they have so much money, that's the end of their religion. വളരെയധികം പണം ലഭിക്കുന്ന ജനങ്ങളെ ഞാൻ വീക്ഷിച്ചിട്ടുണ്ട്. അതോടുകൂടി അവരുടെ ഭക്തി ജീവിതമൊക്കെ അവസാനിക്കുകയാണ്. End of their religion. അവരുടെ മതഭക്തി ജീവിതം അവിടെ കൊണ്ട് തീരുകയാണ്. They go somewhere, Singapore or America or Canada or someplace. അവർ സിംഗപ്പൂരിലോ അമേരിക്കയിലോ കാനഡയിലോ മറ്റു സ്ഥലത്തേക്ക് പോകുന്നു. They think, oh, the dollar is 40 rupees. ഒരു ഡോളറിന് 40 രൂപ കിട്ടുമല്ലോ. Now the dollar is coming down. ഇപ്പോൾ ഡോളറിന്റെ മൂല്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. Some people are returning to India. ചില ആൾക്കാർ ഇന്ത്യയിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ്. Some very highly educated people. വളരെ വിദ്യാസമ്പന്നരായിട്ടുള്ള ആൾക്കാർ പോലും. But when I look at Christian boys and girls, ക്രൈസ്തവരായിട്ടുള്ള ആൺകുട്ടികളെയും പെൺകുട്ടികളെയും ഞാൻ വീക്ഷിക്കുമ്പോൾ, they don't win souls there. അവിടെ അവരെ ആത്മാക്കളെ നേടുന്നില്ല. They have no missionary hearts. ഒരു മിഷണറി ഹൃദയം അവർക്കില്ല. They have got dollar hearts. ഒരു ഡോളർ നേടുന്ന ഹൃദയമാണ് അവർക്കുള്ളത്. What is it? അതെന്താവുന്നു? A religion of comfort. സുഖസൗകര്യങ്ങളുടേതായ മതഭക്തി A ജീവിതം. religion of convenience. സൗകര്യത്തിനനുസരിച്ചുള്ള മതഭക്തി ജീവിതം. Not the religion which Jesus taught. യേശു പഠിപ്പിച്ചതായ ഭക്തി ജീവിതമല്ല. I don't know how to be I know how to be abased. താഴ്ചയിലിരിപ്പാനും സമൃദ്ധിയിലിരിപ്പാനും എനിക്കറിയാം. No, we don't know how to be abased. താഴ്ചയിലിരിപ്പാൻ നമുക്ക് അറിഞ്ഞുകൂടാ. The only question is, ഏക ചോദ്യം, are you bringing glory to the Savior? രക്ഷകന് നിങ്ങളെ മഹത്വം കൊണ്ടുവരുന്നുണ്ടോ? Are you a faithful disciple? വിശ്വസ്തനായ ഒരു ശിഷ്യനാണോ നിങ്ങൾ? Lord, I believe. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. Help my unbelief. എന്റെ അവിശ്വാസം എന്നെ സഹായിക്കണം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Let us pray. നമുക്ക് പ്രാർത്ഥിക്കാം. Tell God in your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തോട് പറയുക, Oh God, ഓ ദൈവമേ, my faith is so poor. എന്റെ വിശ്വാസം വളരെ ദരിദ്രാവസ്ഥയിലുള്ളത്. All non-issues become big issues to me. അനാവശ്യമായ പ്രശ്നങ്ങൾ ഞാൻ വലിയ പ്രശ്നമാക്കുന്നവനാണ്. The only issue is people are without Christ. ഏക പ്രശ്നം മനുഷ്യരെ ക്രിസ്തു ഇല്ലാതെ ജീവിക്കുന്നതാണ്. And they are going to hellfire. അവരെ നിത്യ നരകാഗ്നിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. Oh, that is the issue. അതാവുന്നല്ല പ്രശ്നം. They are not glorifying Jesus. അവർ യേശുവിനെ മഹത്വീകരിക്കുന്നില്ല.
gracious Father, കരുണാവാനായ പരിശുദ്ധ പിതാവേ, forgive us. ഞങ്ങളോട് ക്ഷമിക്കണമേ. Forgive me. അടിയനോട് ക്ഷമിക്കണമേ. Oh, I wish I could show greater faith in my Lord to the people around me. എൻ്റെ കർത്താവിലുള്ളതായ വലിയ വിശ്വാസം എനിക്ക് ചുറ്റുള്ള ജനങ്ങൾക്ക് വെളിപ്പെടുത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുകയാണ്. Instead of their seeing Joshua Daniel, അവര് ജോഷുവ ദാനിയേലിനെ കാണുന്നതിന് പകരം if only they could see Jesus Christ, അവർക്ക് യേശു കർത്താവിനെ കാണുവാൻ സാധിച്ചിരുന്നുവെങ്കിൽ how wonderful that would be. അത് എത്രയോ അത്ഭുതമായ ഒരു അനുഭവമായിരുന്നേനെ. You said, I will be in you, I shall be with you. ഞാൻ നിന്നിലും നിന്നോട് കൂടെ ഉണ്ടായിരിക്കുന്ന അവിടെ അള്ളി ചെയ്തിട്ടുണ്ടല്ലോ. I will walk in you. ഞാൻ നിന്നിൽ ചരിക്കും. Please, Lord. ദയവായി കർത്താവേ, This vanity that has taken hold of us, ഞങ്ങളുടെ ഉള്ളിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ മായയും വ്യർത്ഥ കാര്യങ്ങളും, vanity in this country, ഈ രാജ്യത്തുള്ള മായ, vanity from the west, പടിഞ്ഞാറൻ രാജ്യത്ത് കടന്നു വന്നിരിക്കുന്ന വ്യർത്ഥ കാര്യങ്ങൾ, the vanity that has put a cloud over us, ഞങ്ങളുടെ മേലൊരു കാർമേഘം പോലെ പടർന്നു വന്നിരിക്കുന്ന ആ വ്യർത്ഥ കാര്യങ്ങൾ, take it away. അത് എടുത്തു മാറ്റണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. Give us a childlike heart. ഒരു ശിശുവിന്റെ ഹൃദയം പോലുള്ള ഹൃദയം ഞങ്ങൾക്ക് നൽകണമേ. Let us come to the real issue. യഥാർത്ഥ പ്രശ്നത്തിലേക്ക് ഞങ്ങൾ കടന്നു വരട്ടെ. Lord, my son is suffering because I don't have faith. കർത്താവേ, എനിക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് എന്റെ മകൻ കഷ്ടപ്പെടുന്നു. Help my unbelief. എന്റെ അവിശ്വാസം എന്നോട് പൊറുക്കണമേ. Help us, Father. പിതാവേ, ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളെ സഹായിക്കണമേ. Because of us, how many are suffering? ഞങ്ങൾ നിമിത്തം എത്ര ആൾക്കാർ കഷ്ടപ്പെടുന്നു. Because of the lack of faith in us, how many are suffering? ഞങ്ങളിലുള്ള വിശ്വാസക്കുറവ് നിമിത്തം എത്ര ജനങ്ങൾ കഷ്ടപ്പെടുന്നു. Forgive us, Lord. കർത്താവേ, ഞങ്ങളോട് ക്ഷമിക്കണമേ. Forgive this poor fellowship. ഈ ചെറിയ കൂട്ടായ്മയോട് അവിടുന്ന് ക്ഷമിക്കണമേ. And forgive me. കർത്താവേ, അടിയനോട് ക്ഷമിക്കണമേ. We ask in Jesus' holy name. യേശുവിൻ പരിശുദ്ധ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ടറിയണമേ. Amen.